സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ചാപ്റ്റർ 15ാമത്തെ ചാപ്റ്ററാണ് പോളിമേഴ്സ്. നമുക്കറിയാം പോളി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? മെനി, ധാരാളം എന്നുള്ളതാണ്. ആ പോളിമർ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ വസ്തുക്കൾ കൂടിച്ചേർന്ന് വലിയ ഒരു കോമ്പൗണ്ടായിട്ട് മാറും. അതായത് ലാർജ് മോളിക്കുലാർ സൈസ് കോമ്പൗണ്ട് ഫോംഡ് ബൈ ദ അഡീഷൻ ഓഫ് സിമ്പിൾ യൂണിറ്റ്സ്. ചെറിയ ചെറിയ വസ്തുക്കൾ കമ്പൈൻ ചെയ്ത് വലിയ മോളിക്യൂളായിട്ട് മാറുന്ന പ്രോസസ്സിൻ്റെ പേര് പോളിമറൈസേഷൻ. ആ കോമ്പൗണ്ടിൻ്റെ പേര് പോളിമർ. അത് സിമ്പിൾ യൂണിറ്റ്സ് ആർ കമ്പൈൻഡ് ടു ഫോം ലാർജ് മോളിക്കുലാർ സൈസ് കോമ്പൗണ്ട്. ആ ലാർജ് മോളിക്കുലാർ സൈസ് കോമ്പൗണ്ടിൻ്റെ പേര് പോളിമർ. ആ കോമ്പൗണ്ട് പേരാണെന്ത്? പോളിമർ. ഈ പോളിമർ ഉണ്ടാവുന്നത് ചെറിയ ചെറിയ യൂണിറ്റുകൾ കൂടി ചേർന്നിട്ടാണ്. ആ കൂടിച്ചേരുന്ന യൂണിറ്റിന്റെ പേര് മോണോമർ. അപ്പോൾ മോണോമേഴ്സ് ആർ കമ്പൈൻഡ് ടു ഫോം പോളിമർ. ഈ പ്രോസസ്സിൽ, അതായത് മോണോമർ പോളിമർ ആയിട്ട് മാറുന്ന ഈ പ്രോസസ്സിന് പറഞ്ഞ പേരാണ് പോളിമറൈസേഷൻ. ഈ പ്രോസസ്സിന്റെ പേരെന്താണ്? പോളിമറൈസേഷൻ. അപ്പോൾ പോളിമർ എന്ന് പറഞ്ഞാൽ എന്താ? ലാർജ് മോളിക്കുലാർ സൈസ് കോമ്പൗണ്ട്. എങ്ങനെ ഫോം ചെയ്യാം? ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് സിമ്പിൾ യൂണിറ്റ്സ്. ആ സിമ്പിൾ യൂണിറ്റിന്റെ പേരെന്താ? മോണോമർ. ദെൻ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് മോണോമർ ഇൻറ്റു പോളിമർ ഈസ് കോൾഡ് പോളിമറൈസേഷൻ. ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് മോണോമർ ഇൻറ്റു പോളിമർ ഈസ് കോൾഡ് പോളിമറൈസേഷൻ. ഓക്കെ, ഇനി പോളിമേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കണം. ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ്. പോളിമറിന്റെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദെയർ സോഴ്സ്. ബേസ്ഡ് ഓൺ ദെയർ സോഴ്സ്. അതിൽ പോളിമറുകളെ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്ലാസിഫിക്കേഷൻ. ബേസ്ഡ് ഓൺ ദെയർ സോഴ്സ്. പോളിമറിനെ കിട്ടുന്ന, എവിടെ നിന്നാണ് പോളിമർ കിട്ടുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ. അതിൽ വരുന്നതാണ് ഇപ്പം ചില പോളിമേഴ്സ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള പോളിമേഴ്സ് ഉണ്ടാവും. അതിൻ്റെ പേരാണ് നാച്ചുറൽ പോളിമർ. നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള പോളിമേഴ്സ് എന്ന് പറഞ്ഞ പേരെന്താണ്? നാച്ചുറൽ പോളിമർ. ചില പോളിമറുകൾ നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. മാൻ മെയ്ഡ്, മനുഷ്യൻ ഉണ്ടാക്കുന്ന പോളിമേഴ്സ് ഉണ്ടാവും. അതിന് പറഞ്ഞ പേരാണ് സിന്തറ്റിക് പോളിമർ. മാൻ മെയ്ഡ് ആയിട്ടുള്ള പോളിമറിന്റെ പേരാണെന്ത്? സിന്തറ്റിക് പോളിമർ. മൂന്നാമത്തെ ടൈപ്പ്, ഈ നാച്ചുറൽ പോളിമർ സാധാരണ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നാച്ചുറൽ പോളിമറിന് നമ്മൾ ചില മോഡിഫിക്കേഷൻ വരുത്താം. വേറെ കുറച്ച് പോളിമർ ആഡ് ചെയ്തിട്ട് സിന്തറ്റിക്, മനുഷ്യനുണ്ടാക്കിയ ചില വസ്തുക്കളും കൂടെ ആഡ് ചെയ്തിട്ട് നാച്ചുറൽ പോളിമറിന് മോഡിഫിക്കേഷൻ നടത്താം. അതായത് മോഡിഫൈഡ് നാച്ചുറൽ പോളിമർ ഉണ്ടാക്കാം. അതിന് പറഞ്ഞ പേരാണ് സെമി സിന്തറ്റിക് പോളിമർ. മോഡിഫൈഡ് നാച്ചുറൽ പോളിമറിനെയാണ് എന്തെന്ന് വിളിക്കുക? സെമി സിന്തറ്റിക് പോളിമർ. അപ്പോൾ ബേസ്ഡ് ഓൺ സോഴ്സ്, polymers classified into three: natural polymer, synthetic polymer and semi-synthetic polymer. Natural polymer means naturally occurring, പ്രകൃതിയിൽ ഉണ്ടാകുന്ന പോളിമർ. നാച്ചുറലി ഒക്കറിംഗ് പോളിമേഴ്സിനെയാണ് നാച്ചുറൽ പോളിമർ എന്ന് വിളിക്കുക. സിന്തറ്റിക് പോളിമർ എന്ന് പറഞ്ഞാലോ മാൻ മെയ്ഡ്, മനുഷ്യനുണ്ടാക്കിയ പോളിമറിന്റെ പേരാണ് സിന്തറ്റിക് പോളിമർ. സെമി സിന്തറ്റിക് എന്ന് പറഞ്ഞാലോ പകുതി നാച്ചുറലും പകുതി സിന്തറ്റിക്കും, അതായത് മോഡിഫൈഡ് നാച്ചുറൽ പോളിമർ, ദാറ്റ് ഈസ് സിന്തറ്റിക് പോളിമർ. മോഡിഫൈഡ് നാച്ചുറൽ പോളിമർ ആണ് എന്ത്? സിന്തറ്റിക് പോളിമർ. ഈ നാച്ചുറൽ പോളിമറിന്റെ എക്സാമ്പിൾ ആണ്, നാച്ചുറൽ പോളിമറിന്റെ എക്സാമ്പിൾ പ്രോട്ടീൻ, സ്റ്റാർച്ച്, സെല്ലുലോസ്. നാച്ചുറൽ പോളിമേഴ്സിന്റെ എക്സാമ്പിൾ ഏതാണ്? പ്രോട്ടീൻ, നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന.
അതേപോലെ സ്റ്റാർച്ച്, സെല്ലുലോസ്. പ്രോട്ടീൻ, സ്റ്റാർച്ച്, സെല്ലുലോസ് നാച്ചുറൽ പോളിമറിന് എക്സാമ്പിളാണ്. സിന്തറ്റിക് പോളിമറിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് പോളിത്തീൻ. നമ്മൾ ഉണ്ടാക്കുന്നതാണ് പോളിത്തീൻ. അതേപോലെ പി വി സി എന്ന് പറഞ്ഞാല് പോളി വിനൈൽ ക്ലോറൈഡ്. പോളിത്തീൻ, പോളി വിനൈൽ ക്ലോറൈഡ്, പോളിസ്റ്റൈറീൻ തുടങ്ങിയ കോമ്പൗണ്ടുകളൊക്കെ മനുഷ്യനുണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനെ സിന്തറ്റിക് പോളിമർ എന്നാണ് വിളിക്കുക. പോളിത്തീൻ, പി വി സി, പോളിസ്റ്റൈറീൻ എക്സെട്ര. പിന്നെ സെമി സിന്തറ്റിക് പോളിമർ, അതായത് മോഡിഫൈഡ് നാച്ചുറൽ പോളിമർ. അതിന് എക്സാമ്പിൾ ആണ് സെമി സിന്തറ്റിക് പോളിമറിന്റെ എക്സാമ്പിൾ സെല്ലുലോസ് അസറ്റേറ്റ്, സെല്ലുലോസ് നൈട്രേറ്റ്, സെല്ലുലോസ് അസറ്റേറ്റ്, സെല്ലുലോസ് നൈട്രേറ്റ്. ഇതൊക്കെ സെമി സിന്തറ്റിക് പോളിമറിന്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പോളിമറിന്റെ സോഴ്സിന്റെ അടിസ്ഥാനത്തിൽ നാച്ചുറൽ പോളിമർ, സിന്തറ്റിക് പോളിമർ, സെമി സിന്തറ്റിക് പോളിമർ. നാച്ചുറൽ പോളിമറിന്റെ എക്സാമ്പിൾ പ്രോട്ടീൻ, സ്റ്റാർച്ച്, സെല്ലുലോസ്. സിന്തറ്റിക് പോളിമർ പോളിത്തീൻ, പി വി സി, പോളിസ്റ്റൈറീൻ എക്സെട്ര. സെമി സിന്തറ്റിക്കിന് എക്സാമ്പിൾ സെല്ലുലോസ് അസറ്റേറ്റ്, സെല്ലുലോസ് നൈട്രേറ്റ് എക്സെട്ര. പോളിമറിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദയർ സ്ട്രക്ചർ. സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ പോളിമറുകൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? നമുക്ക് ചില പോളിമേഴ്സിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ നീണ്ടു പോകുന്ന സ്ട്രക്ചർ. അത് നമ്മൾ പറയാം ലീനിയർ പോളിമേഴ്സ് എന്നാണ് വിളിക്കുക. ലീനിയർ പോളിമർ സ്ട്രക്ചർ ഇങ്ങനെ നീണ്ടു പോകുന്ന അവസ്ഥയിലായിരിക്കും. ദാറ്റ് ഈസ് ലീനിയർ പോളിമർ. വേറെ ചില പോളിമറുകൾ ഈ ലൈനിൽ നിന്ന് ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ ഉണ്ടാവും. ബ്രാഞ്ച് ഉണ്ടാകുന്ന പോളിമറിന്റെ പേരാണ് ബ്രാഞ്ച്ഡ് പോളിമർ. ബ്രാഞ്ച് ഉണ്ടാകുന്ന പോളിമറിന്റെ പേര് ബ്രാഞ്ച്ഡ് പോളിമർ. ഇനി മൂന്നാമത്തെ ഒരു കേസ് ഉള്ളത്, ഈ ലൈനുകൾ തമ്മിൽ ക്രോസ് ആയിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്യാം. ക്രോസ് ആയിട്ട് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ആ പോളിമറിന്റെ പേര് ക്രോസ് ലിങ്ക്ഡ് പോളിമർ. അപ്പോൾ ലീനിയർ പോളിമറിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ HDPE. HDPE എന്ന് പറയുമ്പോൾ ഹൈ ഡെൻസിറ്റി പോളിയെത്തീൻ ആണ് HDPE. അതേപോലെ തന്നെ ലീനിയർ പോളിമറിന്റെ എക്സാമ്പിൾ ആണ് PVC, പോളിവിനൈൽ ക്ലോറൈഡ്. ബ്രാഞ്ച്ഡ് പോളിമറിന്റെ എക്സാമ്പിൾ ആണ് LDPE. എന്തായിരിക്കും LDPE എന്ന് പറയുമ്പോൾ? ലോ ഡെൻസിറ്റി പോളിയെത്തീൻ. ബ്രാഞ്ച്ഡ് പോളിമറിന്റെ എക്സാമ്പിൾ ആണ് LDPE, ദാറ്റ് ഈസ് ലോ ഡെൻസിറ്റി പോളിയെത്തീൻ. ക്രോസ് ലിങ്ക്ഡ് പോളിമർ നമുക്കറിയാം, ഈ ലൈനുകൾ തമ്മിൽ ക്രോസ് ആയിട്ട് ലിങ്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പോളിമേഴ്സ് ആണ് ക്രോസ് ലിങ്ക്ഡ് പോളിമറിൽ വരും. ക്രോസ് ലിങ്ക്ഡ് പോളിമറിന്റെ എക്സാമ്പിൾ ആണ് ബാക്കലൈറ്റ്, മെലാമിൻ ഫോർമാൽഡിഹൈഡ് പോളിമർ എക്സെട്ര. അപ്പോൾ ശ്രദ്ധിക്കുക, based on structure polymers are classified into three. Linear polymer, example high density polyethylene PVC. Branched polymer, example low density polyethylene. Cross linked polymer, example bakelite, melamine formaldehyde polymer etc. Okay, പോളിമേഴ്സിന്റെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോളിക്കുലാർ ഫോഴ്സ്. അതായത് നമുക്കറിയാം പോളിമറിന്റെ ഉള്ളിൽ
മോണോമറുകളെ കൂട്ടിയിട്ടാണ് പോളിമർ ഉണ്ടാക്കുക. അപ്പോൾ ഈ മോണോമറുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഇവിടെ വരുന്നത്. ബേസ്ഡ് ഓൺ മോളിക്കുലാർ ഫോഴ്സ് എന്നുള്ള ഹെഡിങ്ങിൽ വരും. ആ മോണോമറുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ സ്ട്രോങ് ആണെങ്കിൽ, മോണോമറുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ സ്ട്രോങ് ആണെങ്കിൽ ആ പോളിമറിനെ പറഞ്ഞ പേരാണ് ഫൈബേഴ്സ് എന്നാണ് വിളിക്കുക. ഫൈബേഴ്സ്. The force of attraction between the monomers are very strong. It is fibers. രണ്ടാമത്തെ ടൈപ്പ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോണോമേഴ്സ് ആർ വെരി വീക്ക്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വീക്ക് ആണെങ്കിൽ ദാറ്റ് മോണോമർ ഈസ് റബ്ബർ ഓർ ഇലാസ്റ്റോമർ. റബ്ബർ ഓർ ഇലാസ്റ്റോമർ. അപ്പോൾ എന്താ റബ്ബർ എന്ന് പറഞ്ഞാൽ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോണോമേഴ്സ് ആർ വീക്ക്. അതിനാണ് റബ്ബർ, ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നതുകൊണ്ട് നമുക്കതിനെ ഇലാസ്റ്റോമർ എന്നും വിളിക്കാം. ഇനി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഫൈബറിനേക്കാളും കുറവും റബ്ബറിനേക്കാളും കൂടുതലും ആണെങ്കിൽ ദാറ്റ് പോളിമേഴ്സ് ആർ പ്ലാസ്റ്റിക്സ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ റബ്ബറിനേക്കാളും കൂടുതൽ, ഫൈബറിനേക്കാളും കുറവ്. അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ലൈസ് ഇൻ ബിറ്റ്വീൻ ഫൈബർ ആൻഡ് റബ്ബർ. ദേ ആർ പ്ലാസ്റ്റിക്സ്. അപ്പോൾ മോണോമറുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പോളിമറുകളെ മൂന്നായിട്ട് തിരിക്കാം. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതൽ, ആകർഷണ ബലം വളരെ കൂടുതലാണെങ്കിൽ അത് ഫൈബർ, വളരെ കുറവാണെങ്കിൽ റബ്ബർ, അത് രണ്ടിൻ്റെ ഇടയിലാണെങ്കിൽ പ്ലാസ്റ്റിക്സ്. ഈ പ്ലാസ്റ്റിക്കുകൾ രണ്ട് ടൈപ്പാണുള്ളത്. പ്ലാസ്റ്റിക്കിലെ ഒന്നാമത്തെ ടൈപ്പ് തെർമോപ്ലാസ്റ്റിക് എന്ന് പറയും. തെർമോപ്ലാസ്റ്റിക്സ്. രണ്ടാമത്തെ ടൈപ്പ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. തെർമോപ്ലാസ്റ്റിക്സും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും നോക്കാം. തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചില പ്ലാസ്റ്റിക്കുകളെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആവും. തണുപ്പിച്ച് കഴിയാം, കൂൾ ചെയ്ത് കഴിഞ്ഞാലോ വീണ്ടും ഹാർഡാവും. വീണ്ടും നമുക്ക് സോഫ്റ്റ് ആക്കാം, ഹാർഡാക്കാം. ഇങ്ങനെ കഴിയുന്ന പ്ലാസ്റ്റിക്കുകളെയാണ് തെർമോപ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. സം പ്ലാസ്റ്റിക്സ് ഓൺ ഹീറ്റിംഗ് ഇറ്റ് ബിക്കംസ് സോഫ്റ്റ് ആൻഡ് ഓൺ കൂളിംഗ് ഇറ്റ് ഗോസ് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്, അല്ലെങ്കിൽ ഇറ്റ് ബിക്കംസ് ഹാർഡ്. അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് സോഫ്റ്റ് ആക്കാനും പിന്നെ ഹാർഡാക്കാനും കഴിയുന്ന പ്ലാസ്റ്റിക്കുകളെയാണ് തെർമോപ്ലാസ്റ്റിക്സ് എന്ന് പറയും. അതേസമയം തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാലോ, ചില പ്ലാസ്റ്റിക്കുകൾ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ സോഫ്റ്റ് ആവും, തണുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയ അവസ്ഥയിലേക്ക് മാറില്ല. അതെപ്പോഴും ആ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് നിൽക്കും. അത് ചൂടാക്കി സോഫ്റ്റ് ആയതോടുകൂടെ സെറ്റായി കഴിഞ്ഞു. അതിൻ്റെ പേരാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. സം പ്ലാസ്റ്റിക്സ് on heating it becomes soft, on cooling it will not go to its original shape. That is thermosetting plastic. നമുക്കൊന്ന് നോക്കാം. മോളിക്കുലാർ ഫോഴ്സിന്റെ അടിസ്ഥാനത്തിൽ പോളിമറുകളെ മൂന്നായിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ ഫൈബർ. ഫൈബർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് വെരി സ്ട്രോങ്. ഫൈബറിന് എക്സാമ്പിൾ ആണ് നൈലോൺ 6/6, നൈലോണുകൾ. അതേപോലെ ടെറിലീൻ, ഇതൊക്കെ ഫൈബറിന് എക്സാമ്പിളാണ്. നൈലോൺ 6/6, ടെറിലീൻ ഒക്കെ ഫൈബേഴ്സാണ്. പിന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വീക്ക് ആണെങ്കിൽ അതിൻ്റെ പേര് റബ്ബർ ഓർ ഇലാസ്റ്റോമർ. റബ്ബറിന് എക്സാമ്പിൾ ആണ് ഏത്? ബ്യൂണ എസ്, ഒരു സിന്തറ്റിക് റബ്ബറാണ് ബ്യൂണ എസ്. അതേപോലെ ബ്യൂണ എൻ, ബ്യൂണായസ്, ബ്യൂണായൻ. അതുപോലെ നിയോപ്രീൻ, ബ്യൂണായസ്, ബ്യൂണായൻ, നിയോപ്രീൻ. ഇതൊക്കെ സിന്തറ്റിക് റബ്ബറിന് എക്സാമ്പിളാണ്. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു, തെർമോപ്ലാസ്റ്റിക്. ദ പ്ലാസ്റ്റിക് ഓൺ ഹീറ്റിംഗ് ഇറ്റ് ബിക്കം സോഫ്റ്റ്, ഓൺ കൂളിംഗ് ഇറ്റ് ബിക്കം ഹാർഡ്. ഹീറ്റ് ആകാൻ സോഫ്റ്റ് ആവുക,
കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡാവുക. വീണ്ടും സോഫ്റ്റ് ആക്കാനും ഹാർഡാക്കാനും പറ്റുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോ പ്ലാസ്റ്റിക്. അതിന് എക്സാമ്പിളാണ് പോളിത്തീൻ, അതേപോലെ PVC എക്സെട്ര. പോളിത്തീൻ, PVC എക്സെട്ര. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ആ പ്ലാസ്റ്റിക് നമ്മൾ ചൂടാക്കിയാൽ സോഫ്റ്റ് ആവും, തണുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പഴയ അവസ്ഥയിലേക്ക് വരില്ല. എപ്പോഴും ആ സോഫ്റ്റ് ആയിട്ട് അവിടെ നിൽക്കും. കാരണം ചൂടാക്കുന്നതോട് കൂടെ അവിടെ ഒരു ക്രോസ് ലിങ്കിങ് വന്നു, പിന്നെ അവിടെ ഒരു ഫർദർ റിയാക്ഷൻ നടക്കണില്ല. അതിനെയാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ആ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് എക്സാമ്പിളാണ് ബാക്കലൈറ്റ്, മെലാമിൻ ഫോർമാൽഡിഹൈഡ് പോളിമർ എക്സെട്ര. ബാക്കലൈറ്റ്, മെലാമിൻ ഫോർമാൽഡിഹൈഡ് എക്സെട്ര. അപ്പോൾ ബേസ്ഡ് ഓൺ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് polymer can be classified into 3: fiber, rubber, plastic. Plastic is of two types: thermoplastics and thermosetting plastic. Fibers example nylon 66, terylene. Rubber example Bunaeus, Bunayan, neoprene. Thermoplastic example ആണ് polythene, PVC. Thermosetting plastic bakelite, melamine formaldehyde polymer etc. ക്ലാസിഫിക്കേഷനിലെ ലാസ്റ്റ് വൺ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ. പോളിമറൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാമെന്നുള്ളതാണ്. അതായത് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ മോണോമറുകൾ ഏത് രൂപത്തിൽ കമ്പൈൻ ചെയ്തിട്ടാണ് പോളിമറായിട്ട് മാറുക. ആ പോളിമറായിട്ട് മാറുന്ന പ്രോസസ്സിൻ്റെ പേരാണെന്ത്? പോളിമറൈസേഷൻ. അപ്പോൾ രണ്ട് ടൈപ്പ് പോളിമറൈസേഷനാണ് സാധാരണ സംഭവിക്കുക. ഒന്നാമത്തെ ടൈപ്പ് അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറയും. അഡീഷൻ പോളിമറൈസേഷൻ. അഡീഷൻ പോളിമറൈസേഷൻ. അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ മോണോമറുകൾ ജസ്റ്റ് ആഡ് ചെയ്യുക, ഇതിന് പോളിമറായിട്ട് മാറും. ഇപ്പോൾ സപ്പോസ് ഒരു മോണോമറാണ് CH2 ഡബിൾ ബോണ്ട് CH2, ഇതിൻ്റെ പേര് എത്തീൻ അല്ലേ? CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുമ്പോൾ എത്തീൻ. ഈ മോണോമർ എത്തീൻ എന്നുള്ള മോണോമർ ഒരുപാട് എണ്ണം കൂടിച്ചേരും, കുറേ എത്തീനുകൾ കൂടിച്ചേരും. കുറേ എത്തീൻ കൂടിച്ചേർന്നാൽ പിന്നെ അതെന്തായി? പോളി എത്തീനായിട്ട് മാറും. അതിനെയാണ് നമ്മൾ സാധാരണ പോളിത്തീൻ, പോളിത്തീൻ എന്നൊക്കെ പറയാം. അപ്പോൾ എത്തീൻ കമ്പൈൻ ചെയ്തിട്ട് പോളിത്തീനായിട്ട് മാറും. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ അഡീഷൻ പോളിമറൈസേഷൻ എപ്പോഴും നടക്കുക ഒന്നുകിൽ ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ ഒക്കെ ഉള്ള മോണോമേഴ്സിലാണ്. അപ്പോൾ മോണോമറിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പോൾ പോളിമറിൽ ഡബിൾ ബോണ്ട് പാടില്ല. മോണോമറിൽ രണ്ടെണ്ണമാണെങ്കിൽ പോളിമറിൽ ഒരു ഡബിൾ ബോണ്ട്. അതായത് മോണോമറിലേതിനേക്കാളും ഒരു ഡബിൾ ബോണ്ട് എപ്പോഴും എവിടെ കുറവായിരിക്കും? പോളിമറിൽ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? ഇവിടെ കാർബണിൻ്റെ വാലൻസി 4, എപ്പോഴും അത് ശ്രദ്ധിക്കണം. കാർബൺ ഇവിടെ 2 ബോണ്ടും 2 ഹൈഡ്രജനും, അപ്പോൾ 4. ഈ കാർബൺ 2 ബോണ്ടും 2 ഹൈഡ്രജനും, കാർബണിൻ്റെ വാലൻസി 4 സാറ്റിസ്ഫൈ ചെയ്തു. ഇനി പോളിമറായിട്ട് മാറുന്ന സമയത്ത് ഇവിടെ ഒരു ഡബിൾ ബോണ്ടാണ്, അപ്പോൾ അവിടെ ഡബിൾ ബോണ്ട് പാടില്ല. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? CH2 സിംഗിൾ ബോണ്ട് CH2. ഇതിൽ കുറേ എത്തീൻ കൂടി ചേരുന്നല്ലോ. കുറേ എത്തീൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് CH2 എന്ന് പറഞ്ഞാൽ പോകും. കുറേ CH2 ഇപ്പുറത്തേക്കും വരും. അപ്പോൾ അത് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് കൊടുത്ത് താഴെ N എന്ന് കൊടുക്കും. ഇതിൻ്റെ പേരാണ് പോളി എത്തീൻ. ഇതിൻ്റെ പറഞ്ഞ പേരെന്താണ്? പോളി എത്തീൻ എന്നാണ് വിളിക്കുക. അപ്പോൾ എത്തീൻ എന്തായിട്ട് മാറി? പോളി എത്തീനായിട്ട് മാറി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ, ലോ ഡെൻസിറ്റി പോളിത്തീൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഹൈ ഡെൻസിറ്റി പോളിത്തീൻ ഉണ്ടാക്കുക? സെയിം മോണോമർ എത്തീൻ തന്നെയാണ്. ഈ എത്തീനെ നമ്മൾ ലോ പ്രഷറിൽ റിയാക്ഷൻ നടത്തുക. അതായത് 6 to 7 AT ആണ് ലോ പ്രഷർ. ലോ പ്രഷറിൽ എത്തീൻ പോളിമറൈസേഷൻ നടത്തിയാൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ്? ഹൈ ഡെൻസിറ്റി പോളി എത്തീൻ. ഹൈ ഡെൻസിറ്റി പോളി എത്തീൻ. ഇനി ഇതേ എത്തീനെ നമ്മൾ ഹൈ പ്രഷറിലേക്ക് മാറ്റിയാലോ? ഹൈ പ്രഷറിലേക്ക് മാറ്റിയാൽ ആ പ്രോഡക്റ്റിൻ്റെ പേര് ലോ ഡെൻസിറ്റി പോളി എത്തീൻ. ഇപ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 എത്തീൻ, ഒരുപാട് എത്തീനുകൾ കമ്പൈൻ ചെയ്യാണ്
റിയാക്ഷൻ നടക്കുന്നത് 1000 to 2000 ATM, 1000 മുതൽ 2000 ATM, ഹൈ പ്രഷറാണ്. ഹൈ പ്രഷർ ആകുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന പോളിത്തീൻ CH2 സിംഗിൾ ബോണ്ട് CH2, അതിലാണ് പോളിത്തീൻ. ഹൈ പ്രഷറിൽ ഉണ്ടാക്കുന്ന പോളിത്തീൻ്റെ പേരാണ് ലോ ഡെൻസിറ്റി പോളിത്തീൻ. ഹൈ പ്രഷറിലാണെങ്കിൽ അതിൻ്റെ പേര് ലോ ഡെൻസിറ്റി പോളിത്തീൻ. അപ്പോൾ എത്തീൻ കമ്പൈൻ ചെയ്തിട്ട് പോളിത്തീനായിട്ട് മാറും. അതിൽ ലോ പ്രഷറിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ ഉണ്ടാവും, ഹൈ പ്രഷറിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലോ ഡെൻസിറ്റി പോളിത്തീൻ ഉണ്ടാവും. ഇനി നമുക്ക് അടുത്ത ഒരു പോളിമർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ഹൈഡ്രജനെ മാറ്റി, എന്നിട്ട് ഞാനിവിടെ ഒരു CH3 അങ്ങോട്ട് കൊടുത്തു. ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു CH3 കൊടുത്തു. ഈ കണ്ടീഷൻസ് ഒക്കെ ഒഴിവാക്കി. ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു CH3 കൊടുത്തു. നോക്ക്, എത്ര കാർബൺ ആറ്റം? 3 അല്ലേ? 3 കാർബൺ ആറ്റം വന്നാൽ ഇതിന്റെ പേരെന്തായി? പ്രൊപ്പീൻ. 3 കാർബൺ വന്നപ്പോൾ ഇതിന്റെ പേര് പ്രൊപ്പീൻ. അപ്പോൾ ഇതിന്റെ പോളിമറിൽ എന്ത് ചെയ്യാം? ആ ഹൈഡ്രജനെ മാറ്റിയിട്ട് പകരം ആരെ കൊടുക്കുക? CH3 കൊടുക്കുക. അപ്പൊ ആ പോളിമറിന്റെ പേരെന്തായിട്ട് മാറും? മോണോമറിന്റെ പേര് പ്രൊപ്പീൻ ആണെങ്കിൽ പോളിമറിന്റെ പേര് പോളിപ്രൊപ്പീൻ. ഇറ്റ്സ് നെയിം ഈസ് പോളിപ്രൊപ്പീൻ. അതെന്തേ ചെയ്തിട്ടുള്ളൂ? എത്തീനിലെ ഒരു ഹൈഡ്രജൻ മാറ്റി CH3 കൊടുത്തപ്പോൾ പ്രൊപ്പീൻ. അപ്പൊ അതിന്റെ പോളിമർ പോളിപ്രൊപ്പീൻ. പോളിപ്രൊപ്പീൻ. ഇനി നമുക്ക് അടുത്ത ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കാം. ഞാൻ ഇവിടെ CH3 അങ്ങോട്ട് ഒഴിവാക്കി. എന്നിട്ട് അവിടെ C6H5 എന്ന് കൊടുത്തു. CH3ക്ക് പകരം C6H5 കൊടുത്തപ്പോൾ ആ കോമ്പൗണ്ടിന്റെ പേരാണ് സ്റ്റൈറീൻ. അതിന്റെ പേരെന്തായി? സ്റ്റൈറീൻ. സ്റ്റൈറീൻ. അപ്പൊ അതിന്റെ പോളിമറിൽ എന്ത് ചെയ്യണം? ഇവിടെ C6H5 ആക്കണം. C6H5 ആക്കുമ്പോൾ കോമ്പൗണ്ട് പേരെന്തായിരിക്കും? സ്റ്റൈറീൻ ആണ് മോണോമർ. അതുകൊണ്ട് പോളിമർ ഏതായി? പോളിസ്റ്റൈറീൻ. പോളിസ്റ്റൈറീൻ. ആ സ്റ്റൈറീൻ എന്തായിട്ട് മാറി? പോളിസ്റ്റൈറീൻ ആയിട്ട് മാറി. നമുക്ക് അടുത്തൊരു കോമ്പൗണ്ട് ഉണ്ടാക്കാം. അടുത്തൊരു കോമ്പൗണ്ടാണ്. ഇതിന് മാറ്റിയിട്ട് അവിടെ ക്ലോറിൻ കൊടുത്തു. ക്ലോറിൻ. ക്ലോറിൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിന്റെ പേരാണ് വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡ്. CH2 ഡബിൾ ബോണ്ട് CHCl. അതിന്റെ പേരെന്താണ്? വിനൈൽ ക്ലോറൈഡ്. ആ പോളിമറിലും നമ്മൾ ആ മാറ്റം വരുത്തി. പേരെന്തായിരിക്കും? പോളി വിനൈൽ ക്ലോറൈഡ്. പോളി വിനൈൽ ക്ലോറൈഡ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? PVC എന്ന് പറയും. പോളി വിനൈൽ ക്ലോറൈഡ് ഓർ PVC. നമ്മൾ ഏതൊക്കെ കോമ്പൗണ്ട് പഠിച്ചു? പോളിത്തീൻ. അതിൽ തന്നെ HDPE, LDPE, പിന്നെ പോളിപ്രൊപ്പീൻ, പോളിസ്റ്റൈറീൻ, പോളിവിനൈൽ ക്ലോറൈഡ്. നമുക്കൊരു കോമ്പൗണ്ട് കൂടെ നോക്കാം. നമുക്ക് CF2 ഡബിൾ ബോണ്ട് CF2. CF2 ഡബിൾ ബോണ്ട് CF2 മോണോമറാണ്. ഇതിന്റെ പേരെന്തായിരിക്കും? 4 ഫ്ലൂറിൻ. അപ്പൊ ടെട്രാ ഫ്ലൂറോ. 2 കാർബൺ വിത്ത് ഡബിൾ ബോണ്ട്. അപ്പൊ എത്തീൻ. അപ്പൊ എന്താ പേര്? ടെട്രാ ഫ്ലൂറോ എത്തീൻ. ടെട്രാ ഫ്ലൂറോ എത്തീൻ. പോളിമറൈസേഷൻ നടന്നു. എങ്ങനെ പോളിമറായിട്ട് മാറാം? ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. അപ്പൊ എന്ത് കിട്ടി? CF2 സിംഗിൾ ബോണ്ട് CF2. CF2 സിംഗിൾ ബോണ്ട് CF2. പോളിമറായി. പേരെന്താ? പോളി ടെട്രാ ഫ്ലൂറോ എത്തീൻ. PTFE. പോളി ടെട്രാ ഫ്ലൂറോ എത്തീൻ. ഈ പോളി ടെട്രാ ഫ്ലൂറോ എത്തീനെ പറയുന്ന വേറെ പേരാണ് ടെഫ്ലോൺ. പോളി ടെട്രാ ഫ്ലൂറോ എത്തീനെ വിളിക്കുന്ന വേറെ പേരെന്താണ്? ടെഫ്ലോൺ എന്നാണ് വിളിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള അഡീഷൻ പോളിമറൈസേഷൻ. അപ്പൊ അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ? മോണോമേഴ്സ് ആർ ജസ്റ്റ് ആഡഡ് ടു ഫോം പോളിമർ. മോണോമറുകൾ ജസ്റ്റ് ആഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറാം? പോളിമർ ആയിട്ട് മാറാം. അതിനെയാണ് അഡീഷൻ പോളിമറൈസേഷൻ എന്ന് വിളിക്കുക.
എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ച ഹൈ ഡെൻസിറ്റി പോളിത്തീൻ, ലോ ഡെൻസിറ്റി പോളിത്തീൻ, പോളിപ്രൊപ്പീൻ, പോളിസ്റ്റൈറീൻ, PVC, ടെഫ്ലോൺ. ഇനി നമുക്ക് ഈ അഡീഷൻ പോളിമേഴ്സിന്റെ ഒക്കെ യൂസസ് എന്തൊക്കെയാണ്, എന്തിനൊക്കെയാണ് അവർ ഉപയോഗിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ കുറേ അഡീഷണൽ പോളിമേഴ്സിന് എങ്ങനെയാണ് പോളിമറൈസേഷൻ നടക്കുക എന്നൊക്കെ പരിചയപ്പെട്ടു അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം പോളിത്തീൻ ഉണ്ടാക്കി. പോളിത്തീൻ്റെ മോണോമർ ഏതാണ്? എത്തീനാണ്. പോളിത്തീൻ 2 ടൈപ്പ് ഉണ്ട്, LDPEയും HDPEയും. ലോ ഡെൻസിറ്റി പോളിത്തീൻ എന്തിനൊക്കെയാണ് ഉപയോഗിക്കാൻ നോക്കാം. ലോ ഡെൻസിറ്റി പോളിത്തീൻ ആസ് പൈപ്സ്, പൈപ്പായിട്ട് ഉപയോഗിക്കാം. അതേപോലെ കണ്ടെയ്നേഴ്സ്, പാക്കിംഗ് ഫിലിംസ്, ഈ പാക്കേജിൽ ഈ പാക്ക് ചെയ്യുന്ന പാത്രങ്ങളിലും ഉപയോഗിക്കാൻ പറ്റും. അതേ ബോട്ടിൽസിൽ ഉപയോഗിക്കാം. ബോട്ടിൽസ്, പൈപ്സ്, പാക്കിംഗ് ഐറ്റംസ് ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ആര്? LDPE, ലോ ഡെൻസിറ്റി പോളിത്തീൻ. പിന്നെ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ HDPE. HDPE നമ്മൾ സാധാരണ ഉപയോഗിക്കുക ഫോർ മാനുഫാക്ചറിങ് ബക്കറ്റ്, ഡസ്റ്റ്ബിൻ, ബോട്ടിൽ എക്സെട്ര. ബക്കറ്റ് ഉണ്ടാക്കുക, ഡസ്റ്റ്ബിൻ അല്ലേ, നല്ല സാധാരണ ചെറിയ കൊട്ടകളൊക്കെ ഉണ്ടാക്കും. അതിൽ ബോട്ടിൽസ് ഒക്കെ ഉണ്ടാക്കാനാണ് ഹൈ ഡെൻസിറ്റി പോളിത്തീൻ ഉപയോഗിക്കുക. പിന്നെ ടെഫ്ലോൺ. ടെഫ്ലോൺ സാധാരണ ഉപയോഗിക്കുക നോൺ സ്റ്റിക്കി ഫ്രൈയിങ് പാൻസ് ഉണ്ടാക്കാൻ നമുക്ക് ടെഫ്ലോൺ ഉപയോഗിക്കാം. നോൺ സ്റ്റിക്കി ഫ്രൈയിങ് പാൻസ് ഉണ്ടാക്കാൻ ടെഫ്ലോൺ ഉപയോഗിക്കും. പിന്നെ പോളിസ്റ്റൈറീൻ. പോളിസ്റ്റൈറീൻ ആസ് ഇൻസുലേറ്റർ, ഇൻസുലേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ മാനുഫാക്ചർ ഓഫ് ടോയ്സ്, റേഡിയോ ആൻഡ് TV ക്യാബിനറ്റ്സ്. റേഡിയോ, TV തുടങ്ങിയ ഒരു ബോക്സ്, ക്യാബിനറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോളിസ്റ്റൈറീൻ ഉപയോഗിക്കുന്നുണ്ട്. പോളിപ്രൊപ്പീൻ ഉപയോഗിക്കുന്നത് റോപ്സ്, കയറുണ്ടാക്കാൻ ഉപയോഗിക്കാം. ടോയ്സ്, പൈപ്സ്, ഫൈബേഴ്സ്. PVC റെയിൻ കോട്ട് ഉണ്ടാക്കാൻ, റെയിൻ കോട്ട്സ്, ഹാൻഡ് ബാഗ്, വിനൈൽ ഫ്ലോറിങ്സ്. PVC ടൈലുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, വിനൈൽ ഫ്ലോറിങ്സ്. അതേപോലെ വാട്ടർ പൈപ്സ്, ഇതിൻ്റെ ഒക്കെ നിർമ്മാണത്തിനാണ് PVC ഉപയോഗിക്കുക. അപ്പോൾ ടെഫ്ലോണിൻ്റെ ഉപയോഗം സാധാരണ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. നോൺ സ്റ്റിക്കി ഫ്രൈയിങ് പാൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് ആര്? ടെഫ്ലോൺ. അപ്പോൾ LDPE, HDPE, ടെഫ്ലോൺ, പോളിസ്റ്റൈറീൻ, പോളിപ്രൊപ്പീൻ, PVC ഇതൊക്കെ അഡീഷൻ പോളിമേഴ്സ് ആണ്. ഇതിൻ്റെ ഒക്കെ മോണോമറുകൾ ഒറ്റ മോണോമർ ഉണ്ടാവുള്ളൂ അല്ലെ. PVC, പോളി വിനൈൽ ക്ലോറൈഡ്, മോണോമർ ഏതാ? വിനൈൽ ക്ലോറൈഡ്. പോളിപ്രൊപ്പീൻ, മോണോമർ പ്രൊപ്പീൻ. പോളിസ്റ്റൈറീൻ, മോണോമർ സ്റ്റൈറീൻ. ടെഫ്ലോൺ അതായത് പോളി ടെട്രാഫ്ലൂറോഎത്തീൻ, മോണോമർ ടെട്രാഫ്ലൂറോഎത്തീൻ. HDPEക്കും LDPEയുടെയും മോണോമർ ഏതാണ്? എത്തീൻ. ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷനിൽ അഡീഷണൽ പോളിമറൈസേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ ടൈപ്പാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ മോണോമറുകൾ ആഡ് ചെയ്യാം. ഇതിൽ പോളിമർ ആകുന്ന സമയത്ത് സം സിമ്പിൾ മോളിക്യൂൾസ് ആർ എലിമിനേറ്റഡ്. വാട്ടർ, അമോണിയ, HCl പോലെയുള്ള ഏതെങ്കിലും ചില ചെറിയ മോളിക്യൂൾസും കൂടെ അവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരെന്താണ്? കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്നാണ് വിളിക്കുക. അഡീഷണൽ പോളിമറൈസേഷനിൽ ജസ്റ്റ് മോണോമറുകൾ ആഡ് ചെയ്യാം, അവിടുന്ന് ഒന്നും നഷ്ടപ്പെടുന്നില്ല. കണ്ടൻസേഷൻ പോളിമറൈസേഷനിലോ മോണോമേഴ്സ് ആർ ആഡഡ് ആൻഡ് ഫോം പോളിമർ. ഡ്യൂറിങ് ദിസ് ടൈം വാട്ട് വിൽ ഹാപ്പൻ? സം സിമ്പിൾ മോളിക്യൂൾസ് ആർ എലിമിനേറ്റഡ്. ചെറിയ ചെറിയ മോളിക്യൂൾസ് അവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോകും. അതിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് വിളിക്കുക. നമുക്കതിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നൈലോൺ 66 പ്രധാനപ്പെട്ട ഒരു കണ്ടൻസേഷൻ പോളിമറിന്റെ എക്സാമ്പിൾ ആണ് നൈലോൺ 66. നൈലോൺ 66 മോണോമറുകൾ ഏതൊക്കെയാണ്? നൈലോൺ 66 2 ടൈപ്പ് മോണോമേഴ്സ് ഉണ്ട്. ഒന്ന് ഹെക്സാമെത്തിലീൻ ഡൈഅമീൻ. ഒരു മോണോമറിന്റെ പേരാണ് ഹെക്സാമെത്തിലീൻ ഡൈഅമീൻ. രണ്ടാമത്തെ ടൈപ്പ് മോണോമർ ആണ് അഡിപ്പിക് ആസിഡ് എന്ന് പറയും. അഡിപ്പിക് ആസിഡ്. അപ്പൊ ഈ ഹെക്സാമെത്തിലീൻ ഡൈഅമീനും അഡിപ്പിക് ആസിഡും കൂടെ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ നടത്തിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? നൈലോൺ 66 കിട്ടുക. അത് നമുക്ക് നോക്കാം എന്താണ് അവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോവാന്നൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം. ഹെക്സാമെത്തിലീൻ ഡൈഅമീൻ എങ്ങനെ ഫോർമുല വരിക?
ഡൈ അമീൻ എന്ന് പറയുമ്പോൾ 2 NH2. ഡൈ അമീൻ എന്ന് പറയുമ്പോൾ എന്താണ്? 2 NH2. ഹെക്സാ മെത്തിലീൻ. മെത്തിലീൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CH2. മെത്തിലീൻ ഗ്രൂപ്പ് CH2. ഹെക്സാ മെത്തിലീൻ ആയപ്പോഴോ 6 CH2. ഹെക്സാ എന്ന് പറഞ്ഞാൽ 6. അപ്പൊ NH2 CH2 6 ടൈംസ് NH2. ഇതാണ് ഹെക്സാ മെത്തിലീൻ ഡൈ അമീൻ. പ്ലസ് അഡിപ്പിക് ആസിഡ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, കാർബോക്സിലിക് ആസിഡ് ആണ്. അപ്പൊ അഡിപ്പിക് ആസിഡിന്റെ സ്ട്രക്ചർ 2 COOH ഉണ്ടാവും, 2 കാർബോക്സിലിക് ആസിഡ്. അതിന്റെ സെന്ററിൽ CH2 മെത്തിലീൻ ഗ്രൂപ്പ് 4 ടൈംസ്. ഇതാണ് അഡിപ്പിക് ആസിഡ്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 6 ഡിനോട്ട് ചെയ്യുന്നത് 6 കാർബൺ ആറ്റം ഇൻ ഹെക്സാമെത്തിലീൻ ഡൈഅമീൻ. ഈ 6 ഡിനോട്ട് ചെയ്യണതോ 6 കാർബൺ ആറ്റം ഇൻ അഡിപ്പിക് ആസിഡ്. എത്ര കാർബൺ ആറ്റം അഡിപ്പിക് ആസിഡിൽ? ഇത് 4, 5, 6 കാർബൺ ആറ്റം. അപ്പൊ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മോണോമേഴ്സ് ആണ് നൈലോൺ 6 6 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഹെക്സാമെത്തിലീൻ ഡൈഅമീൻ എന്നുള്ള മോണോമർ n ടൈംസ് എടുത്തു. അഡിപ്പിക് ആസിഡ് എന്നുള്ള മോണോമർ നമ്മൾ n ടൈംസ് എടുത്തു, n ടൈംസ്. എന്നിട്ട് പോളിമറൈസേഷൻ നടക്കുക. പോളിമറൈസേഷൻ നടക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് NH2 ഒരു ഹൈഡ്രജനും COOH ഒരു OH കൂടെ കൂടിച്ചേർന്ന് എന്തുണ്ടാവും? Hഉം OHഉം കൂടിയാൽ എന്താണ്ടാവുക? H2O. ഈ NH2 ഒരു ഹൈഡ്രജനും COOH ഒരു OHഉം കൂടെ കൂടിയിട്ട് H2O ഇങ്ങനെ ഫോം ചെയ്യും. അപ്പൊ നോക്ക്, അപ്പൊ ഇവിടുന്ന് ഇത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് വാട്ടർ മോളിക്യൂൾ അവിടുന്ന് എലിമിനേറ്റ് ചെയ്തു. ആ വാട്ടർ മോളിക്യൂൾ നമ്മളിവിടെ കാണിക്കാം, വാട്ടർ മോളിക്യൂൾ പ്ലസ്. ഇനി ബാക്കിയുള്ളതാണ് എന്ത്? നൈലോൺ 6. അപ്പൊ ബാക്കിയുള്ള നമ്മൾ എങ്ങനെ എഴുതാം? ഇവിടെ ഇനി എന്താണത്? NH2 ഒരു ഹൈഡ്രജൻ പോയി, ആ ബാക്കി HN CH2 6 ടൈംസ് NH ഒരു ഹൈഡ്രജൻ പോയിട്ടുണ്ട്, OH പോയി. അപ്പൊ നേരെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്, അത് നേരെ OC CH2 4 ടൈംസ് CO. പോളിമർ ആണ്. 2 ഭാഗത്തേക്കും ഹൈഫൺ കൊടുത്ത് ബ്രാക്കറ്റ് കൊടുത്ത് താഴെ N എഴുതണം. ഈ പ്രോഡക്റ്റിന്റെ പേരാണെന്ത്? നൈലോൺ 6. ഇതിന്റെ പേരെന്താണ്? നൈലോൺ 6. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് നൈലോൺ 6 എന്തുകൊണ്ട് കണ്ടൻസേഷൻ പോളിമർ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മോണോമേഴ്സ് ആഡ് ചെയ്തപ്പോൾ H2O മോളിക്യൂൾ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ചില സിമ്പിൾ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് പോളിമറൈസേഷൻ ഈസ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. അപ്പൊ നൈലോൺ 6 മോണോമേഴ്സ് ആരൊക്കെയാണ്? ഹെക്സാമെത്തിലീൻ ഡൈഅമീൻ ആൻഡ് അഡിപ്പിക് ആസിഡ്. സ്ട്രക്ചർ അറിയണം. ഡൈ അമീൻ അവ 2 NH2, ഹെക്സാമെത്തിലീൻ CH2 6 ടൈംസ്, അഡിപ്പിക് ആസിഡ് 2 COOH, അതിൻ്റെ ഇടയിൽ CH2 4 ടൈംസ്. 6 and 6 indicates number of carbon atoms in the monomers. പോളിമറൈസേഷൻ നടന്നപ്പോൾ വാട്ടർ മോളിക്യൂൾ പോയി, ബാക്കി എന്ത് കിട്ടി? NH CH2 6 ടൈംസ് NH OC CH2 4 ടൈംസ് CO. This polymer is nylon 6. ഇനി നമുക്ക് അടുത്തൊരു കണ്ടൻസേഷൻ പോളിമർ നോക്കാം. കണ്ടൻസേഷൻ പോളിമർ അടുത്തത് ഒന്നാണ് നൈലോൺ 6 എന്ന് പറയുന്നത്. നൈലോൺ 6. ഈ നൈലോൺ 6ന്റെ മോണോമറിന്റെ പേരാണ് ക്യാപ്രോലാക്റ്റം. നൈലോൺ 6ന്റെ മോണോമർ ഏതാണ്? ക്യാപ്രോലാക്റ്റം. ക്യാപ്രോലാക്റ്റത്തിന്റെ സ്ട്രക്ചർ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. അതായത് ഒരു NH പിന്നെ ഒരു CO, NH CO. നൈലോൺ 6 നൽകുമ്പോൾ എത്ര കാർബൺ ആറ്റം ഉണ്ടാവുക? 6 കാർബൺ ആറ്റം. ഒന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് ഇങ്ങനെ വരക്കാം. NHഉം CO കഴിഞ്ഞ് ഒരു CH2 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 5 CH2 വരച്ചു. അപ്പോൾ NH
CO CH2 5 ടൈംസ്. ഇതിനെയാണ് കാപ്രോലാക്റ്റ് എന്ന്. ഈ കാപ്രോലാക്റ്റത്തിലേക്ക് നമ്മൾ വാട്ടർ ചേർത്തിട്ട് ചൂടാക്കി. വാട്ടർ ആഡ് ചെയ്തിട്ട് എന്തായി? കാപ്രോലാക്റ്റത്തിൽ നമ്മൾ ചൂടാക്കി. അതിന് ചൂടാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് നമുക്ക് വാട്ടർ ചേർത്തിട്ട് ചൂടാക്കി. ഒന്നുകൂടെ നമുക്ക് ഈ സ്ട്രക്ചർ ഒന്ന് മാറ്റി വരക്കാം. നൈലോൺ 6ന്റെ മോണോമറിന്റെ പേരാണെന്ത്? കാപ്രോലാക്റ്റ്. കാപ്രോലാക്റ്റത്തിന്റെ സ്ട്രക്ചർ NHCO പിന്നെ CH2 5 ടൈംസ്. 1 2 3 4 5 ടൈംസ്. ഇതാണ് കാപ്രോലാക്റ്റ്. വാട്ടർ ചേർത്തിട്ട് നമ്മൾ ചൂടാക്കി. അതാണ് പോളിമറൈസേഷൻ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന പ്രോഡക്റ്റ് NHCO CH2 5 ടൈംസ്. NHCO CH2 5 ടൈംസ് പോളിമർ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണിക്കാം. ഇതിനെയാണ് നമ്മൾ നൈലോൺ 6 എന്ന് പറയും. അത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ട് അത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ആയി? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിതിലേക്ക് എന്ത് ആഡ് ചെയ്തു? H2O ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ H2O അവിടെ ചെന്നപ്പോൾ കാണാനുണ്ടോ? ഇല്ല. കാരണം ആ H2O അവിടെ എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്തപ്പോൾ എലിമിനേറ്റ് ചെയ്ത് പോയി. അപ്പോൾ H2O അവിടുന്ന് എലിമിനേറ്റ് ചെയ്തത് കൊണ്ടാണ് ഇതിന് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? കണ്ടൻസേഷൻ പോളിമറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട 2 കണ്ടൻസേഷൻ പോളിമേഴ്സ് ആണ് നൈലോൺ 6ഉം നൈലോൺ 6,6. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അഡീഷണൽ പോളിമറൈസേഷൻ ഒക്കെ നടന്നപ്പോൾ ഇനി നൈലോൺ 6 എടുത്തപ്പോഴും അവിടെയൊക്കെ ഒറ്റ ടൈപ്പ് മോണോമേഴ്സ് മാത്രമേ ഉള്ളൂ. അല്ലേ? പോളിമേഴ്സ് ഉണ്ടാകുന്നത് ഒരു ടൈപ്പ് മോണോമറിൽ നിന്നാണ് അവിടെ കണ്ടത്. ഇപ്പോൾ PVC ഉണ്ടായത് വിനൈൽ ക്ലോറൈഡ് എന്നാണ്, പോളിത്തീൻ ഉണ്ടായതോ എത്തീൻ എന്നാണ്, പോളിസ്റ്റൈറീൻ ഉണ്ടായത് സ്റ്റൈറീൻ എന്നാണ്. ഒറ്റ ടൈപ്പ് മോണോമറേ ഉള്ളൂ. അതുപോലെ നൈലോൺ 6 ഉണ്ടായത് ഒറ്റ മോണോമർ എന്നാണ്, കാപ്രോലാക്റ്റത്തിൽ നിന്നാണ്. അങ്ങനെ ഒരു ടൈപ്പ് മോണോമേഴ്സ് മാത്രം ചേർന്ന് പോളിമർ ആവുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ഹോമോപോളിമർ. അപ്പൊ എന്താണ് ഹോമോപോളിമർ? പോളിമേഴ്സ് ഫോംഡ് ഫ്രം വൺ ടൈപ്പ് ഓഫ് മോണോമർ ഈസ് കോൾഡ് ഹോമോപോളിമർ. ഈ ഹോമോപോളിമറിന് എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ കണ്ട പോളിത്തീൻ, PVC, നൈലോൺ 6. അതിൽ മോണോമർ ഒറ്റേ ഉള്ളൂ. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് വാട്ടറിനെ ഒറ്റ ടൈപ്പ് മോണോമർ മാത്രമേ നൈലോൺ 6-ലുള്ളൂ. അപ്പോൾ പോളിത്തീൻ, PVC, നൈലോൺ 6 എക്സെട്ര ആർ ഹോമോപോളിമേഴ്സ്. ഇനി അതേസമയം നൈലോൺ 6,6 ഉണ്ടാക്കിയപ്പോൾ നമ്മൾ എന്ത് കണ്ടു? 2 മോണോമർ ഉണ്ടായിരുന്നു. ഹെക്സാമെത്തിലിൻ ഡൈയമീൻ ഉണ്ട്, അഡിപ്പിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോണോമേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന പോളിമേഴ്സ്, അതിന് പറഞ്ഞ പേരാണ് കോപോളിമർ. കോപോളിമർ എന്ന് പറഞ്ഞാൽ എന്താ? പോളിമേഴ്സ് ഫോംഡ് ഫ്രം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോണോമേഴ്സ് ആർ കോൾഡ് കോപോളിമർ. എക്സാമ്പിൾ നൈലോൺ 6,6. എന്തുകൊണ്ട് നൈലോൺ 6,6 കോപോളിമർ ആയി? ഇറ്റ് കണ്ടെയ്ൻ 2 ടൈപ്പ് ഓഫ് മോണോമേഴ്സ്. ഏതൊക്കെയാ? ഹെക്സാമെത്തിലിൻ ഡൈയമീൻ ആൻഡ് അഡിപ്പിക് ആസിഡ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നൈലോൺ 6,6 കോപോളിമർ ആയിട്ടും ഇവരൊക്കെ നമ്മൾ ഹോമോപോളിമർ ആയിട്ടും കൺസിഡർ ചെയ്യുന്നത്. പോളിമേഴ്സിന്റെ 4 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കാണ് റബ്ബർ ഓർ ഇലാസ്റ്റോമർ. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നാച്ചുറൽ റബ്ബറുണ്ട്, സിന്തറ്റിക് റബ്ബറുണ്ട്. ഈ നാച്ചുറൽ റബ്ബറിന്റെ മോണോമറിന്റെ പേരെന്താണ്? നാച്ചുറൽ റബ്ബറിന്റെ മോണോമറിന്റെ പേരാണ് ഐസോപ്രീൻ. നാച്ചുറൽ റബ്ബറിന്റെ മോണോമറിന്റെ പേരെന്താണ്? ഐസോപ്രീൻ. ഐസോപ്രീൻ എന്ന് പറഞ്ഞാല് 2-methyl-1,3-butadiene. ഇതിനെയാണ് ഐസോപ്രീൻ എന്ന് വിളിക്കുക. 2-methyl-1,3-butadiene.
നമുക്ക് എങ്ങനെയാണ് നാച്ചുറൽ റബ്ബർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം മോണോമറിന്റെ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കാം. 1,3-ബ്യൂട്ടഡൈയീൻ. ബ്യൂട്ട് എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം? 4 കാർബൺ ആറ്റമാണ് ബ്യൂട്ട് എന്ന് പറയുമ്പോൾ. 1ഉം 3ഉം പൊസിഷനിൽ ആരുണ്ട്? ഡൈയീൻ. അപ്പോൾ ഫസ്റ്റ് കാർബണിലും തേർഡ് കാർബണിലും ഡൈയീൻ കൊടുക്കണം. അപ്പോൾ കാർബൺ ഇവിടെ നമ്മൾ ഡബിൾ ബോണ്ട്, സെക്കൻഡില് സിംഗിൾ ബോണ്ട്, തേർഡ് കാർബണിലും ഡബിൾ ബോണ്ട്. പിന്നെ രണ്ടാമത്തെ പൊസിഷനിൽ ആര് വേണം? മീഥൈൽ ഗ്രൂപ്പ്, അതായത് CH3. ഇനി ബാക്കി നമുക്ക് ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യാം. CH2 ഡബിൾ ബോണ്ട് ഇവിടെ വേണം? വേണ്ട. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ. ഇതാണ് ഐസോപ്രീൻ എന്നുള്ള കോമ്പൗണ്ട്. ഇനി ഇതിന് പോളിമറൈസേഷൻ നടക്കാം. എങ്ങനെ കിട്ടുക നോക്ക്. നമുക്ക് മോണോമറിൽ എത്ര ഡബിൾ ബോണ്ട്? 2. അപ്പോൾ പോളിമറിൽ എത്ര പാടുള്ളൂ? 1. നമ്മൾ പഠിച്ചിട്ടില്ലേ, മോണോമറിൽ ഉള്ളതിനേക്കാളും ഒരു ഡബിൾ ബോണ്ട് പോളിമറിൽ കുറവായിരിക്കും. അപ്പോൾ നമ്മളെ പോളിമറിൽ ഒറ്റ ഡബിൾ ബോണ്ടേ പാടുള്ളൂ. എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആകും, ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആകും. അത് രണ്ടിൻ്റെയും ഇടക്കുള്ള സിംഗിൾ ബോണ്ട് എന്താവും? ഡബിൾ ബോണ്ട് ആവും. ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, ഈ ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ട്, അത് രണ്ടിൻ്റെ ഇടക്കുള്ള സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയിട്ട് കൊടുക്കും. എന്നിട്ട് കാർബണിന്റെ വാലൻസി ഒക്കെ ക്ലിയർ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അറിയാലോ, കാർബണിന്റെ വാലൻസി 4 ആണ്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ എഴുതാണ് CH2 സിംഗിൾ ബോണ്ട് C. ഈ സിംഗിൾ ബോണ്ട് എന്താവും? ഡബിൾ ബോണ്ട്. CH സിംഗിൾ ബോണ്ട് CH2. പോളിമർ ആണ്, 2 ഭാഗത്തേക്കും ഹൈഫൺ വരക്കണം, താഴെ N എന്ന് കൊടുക്കണം. ആ CH2 C, CH3 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2. നോക്ക്, ഈ കാർബൺ 2 ബോണ്ട് 2 ഹൈഡ്രജൻ. ഈ കാർബൺ 1 2 3 4 4 ബോണ്ട്. ഈ കാർബണോ 1 2 3 3 ബോണ്ട്, അപ്പോൾ ഒരു ഹൈഡ്രജൻ. ഈ കാർബണിന്റെ കേസിൽ 2 ബോണ്ട്, അപ്പോൾ 2 ഹൈഡ്രജൻ. അതൊക്കെ വാലൻസി ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ്. ഈ കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നാച്ചുറൽ റബ്ബർ. നാച്ചുറൽ റബ്ബർ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? പോളി ഐസോപ്രീൻ എന്ന് പറയാം, അല്ലെ? മോണോമറിന്റെ പേര് ഐസോപ്രീൻ ആണ്. അപ്പൊ ആ പോളിമർ പോളി ഐസോപ്രീൻ, ദാറ്റ് ഈസ് നാച്ചുറൽ റബ്ബർ. ഇനി നമ്മൾ ഈ നാച്ചുറൽ റബ്ബറിന്റെ പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, അതായത് നാച്ചുറൽ റബ്ബർ കുറച്ചുകൂടെ ക്രോസ് ലിങ്കിങ്, കുറച്ച് കട്ടിയുള്ളതാവാൻ വേണ്ടി, ക്രോസ് ലിങ്കിങ്ങിന് വേണ്ടി നാച്ചുറൽ റബ്ബറിലേക്ക് സൾഫർ ചേർത്ത് ചൂടാക്കാറുണ്ട്. നാച്ചുറൽ റബ്ബറിലേക്ക് എന്ത് ചെയ്യാം? സൾഫർ ചേർത്ത് ചൂടാക്കും. ഈ നാച്ചുറൽ റബ്ബറിലേക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സൾഫർ ചേർത്ത് ചൂടാക്കാം. അത് ചൂടാക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് വൾക്കനൈസേഷൻ. എന്താണ് പേര്? വൾക്കനൈസേഷൻ. സോ വാട്ട് ഈസ് വൾക്കനൈസേഷൻ? ഹീറ്റിംഗ് ഓഫ് നാച്ചുറൽ റബ്ബർ വിത്ത് സൾഫർ ഫോർ ക്രോസ് ലിങ്കിങ്. Heating of natural rubber with sulfur for cross linking is called vulcanization. Heating of natural rubber with sulfur for cross linking is called vulcanization. അപ്പോൾ vulcanization എന്ന് പറഞ്ഞാൽ എന്താ? Heating of natural rubber with sulfur for cross linking is called vulcanization. Okay. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ്. ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ്. ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ പോളിമേഴ്സ് വിച്ച് ആർ ഡീഗ്രേഡഡ് ബൈ മൈക്രോ ഓർഗാനിസം, അതായത് നശിച്ചു പോകുന്ന പോളിമറുകളെയാണ് നമ്മൾ ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ് എന്ന് പറയുന്നത്. പോളിമേഴ്സ് വിച്ച് ആർ ഡീഗ്രേഡഡ്, നശിച്ചു പോകുന്നു, വിച്ച് ആർ ഡീഗ്രേഡഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ആർ കോൾഡ് ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ്. Polymers which are degraded by microorganisms. Degraded by microorganisms are called biodegradable polymers. അതിന് എക്സാമ്പിൾ ആണ്
PHBV ഒരു ബയോഡിഗ്രേഡബിൾ പോളിമർ ആണ് PHBV. PHBV എന്ന് പറഞ്ഞാൽ പോളിഹൈഡ്രോക്സി ബ്യൂട്ടിറേറ്റ് കോ ബീറ്റാ ഹൈഡ്രോക്സി വാലിറേറ്റ്. ഇതാണ് PHBV. പോളിഹൈഡ്രോക്സി ബ്യൂട്ടിറേറ്റ് കോ ബീറ്റാ ഹൈഡ്രോക്സി വാലിറേറ്റ്. ബയോഡിഗ്രേഡബിൾ പോളിമറിന്റെ എക്സാമ്പിൾ ആണ് PHBV. പിന്നെ ബയോഡിഗ്രേഡബിൾ പോളിമറിന്റെ എക്സാമ്പിൾ ആണ് നൈലോൺ 6. Nylon 2, nylon 6. It is also a biodegradable polymer. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബയോഡിഗ്രേഡബിൾ പോളിമർ എന്ന് പറയുമ്പോൾ the polymers which are degraded by microorganism. നശിച്ചു പോകുന്ന പോളിമേഴ്സിന്റെ പേര് ബയോഡിഗ്രേഡബിൾ പോളിമർ. എക്സാമ്പിൾ PHBV, നൈലോൺ 2, നൈലോൺ 6. റബ്ബറിനെ പറ്റി നമ്മൾ എന്താ പറഞ്ഞത്? മോണോമർ ഓഫ് നാച്ചുറൽ റബ്ബർ ഈസ് ഐസോപ്രീൻ. ഐസോപ്രീൻ എന്നുള്ളത് ഏത് കോമ്പൗണ്ടാണ്? 2-methyl-1,3-butadiene. ദെൻ ഈ ഐസോപ്രീന് പോളിമറൈസേഷൻ നടന്നാൽ നമുക്ക് എന്ത് കിട്ടും? പോളി ഐസോപ്രീൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നാച്ചുറൽ റബ്ബർ. വാട്ട് ഈസ് വൾക്കനൈസേഷൻ? ഹീറ്റിംഗ് ഓഫ് നാച്ചുറൽ റബ്ബർ വിത്ത് സൾഫർ ടു ഇംപ്രൂവ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ഓർ ഫോർ ക്രോസ് ലിങ്കിങ് ഈസ് കോൾഡ് വൾക്കനൈസേഷൻ. ഓക്കെ, ഇതോടുകൂടെ പോളിമേഴ്സ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു.